പാലത്ത പീഡന കേസിൽ ബി.ജെ.പി. നേതാവ് കെ പത്മരാജന് ജീവപര്യന്തം. തലശ്ശേരി അതിവേഗ പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കെ.വി. ബൈജു വിവരങ്ങൾ നൽകും. ഒപ്പം അഭിലാഷ് രാധാകൃഷ്ണൻ ആദ്യം കെ.വി. ബൈജുവിലേക്ക്. ബൈജു, 3 മണിക്ക് വിധി പ്രഖ്യാപനമുണ്ടായി. പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണോ വിധി പ്രഖ്യാപനം എന്നാണ് പ്രോസിക്യൂഷൻ പ്രതികരിച്ചത്? എന്തോ സുപ്രധാനമായ വിധിയാണിപ്പോൾ തലശ്ശേരി അതിവേഗ പോക്സോ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. അതായത് ഈ കേസിൽ പ്രതിക്ക് 40 വർഷം തടവ്, 2 ലക്ഷം രൂപ പിഴ, അതുകൂടാതെ മരണം വരെ തടവ് എന്നാണ് പ്രോസിക്യൂട്ടർ ഇപ്പോൾ അല്പസമയം വ്യക്തമാക്കിയത്. അങ്ങനെ വളരെ സുപ്രധാനമായ ഒരു വിധി ഇപ്പോൾ വന്നിരിക്കുന്നു. നമുക്കറിയാം, നാടകീയമായ രംഗങ്ങളാണ് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഈ കേസിൽ ഉണ്ടായിരുന്നത്. അത് കോടതിയിൽ അല്പസമയം മുമ്പ് വരെ നമ്മൾ കണ്ടതാണ്. കാരണം താൻ തെറ്റ് ചെയ്തിട്ടില്ല, തന്നെ പോലെ ഒരു നിരപരാധി പോലും ഇനി ശിക്ഷിക്കപ്പെട്ടിരുന്നായിരുന്നു അല്പസമയം മുമ്പ് ഈ പത്മരാജൻ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ കൃത്യമായ തെളിവുണ്ടെന്ന് കോടതി അപ്പോൾ പറയുന്നു. ഈ സംഭവം നടന്നതിന് കൃത്യമായ തെളിവുണ്ട്. അങ്ങനെ പോക്സോ കേസും ബലാത്സംഗ കേസും 2 കേസും തെളിഞ്ഞിരിക്കുന്നു. കോടതിയിൽ കൃത്യമായ തെളിവുകൾ സഹിതം പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞുവെന്നാണ് ഈ കേസിനെ വ്യത്യസ്തമാക്കുന്നത്. അങ്ങനെ 20 വർഷം വീതം 2 തടവ്, അതായത് 40 വർഷം തടവ്. അതിനുശേഷം IPC പ്രകാരം ജീവപര്യന്തം, മരണം വരെ തടവ് എന്നിങ്ങനെയാണ് വിധിച്ചിട്ടുള്ളതെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. ഏതായാലും വളരെ തൃപ്തിയുണ്ട് വിധിയിൽ എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. അതോടൊപ്പം കുടുംബവും പറയുന്നത് അത് തന്നെയാണ്. നമുക്കറിയാം, വലിയ തോതിൽ രാഷ്ട്രീയ വിവാദമുണ്ടായ ഒരു കേസാണ്, വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ്. ഒരു ഘട്ടത്തിൽ ഈ കുട്ടിയെ അവിശ്വസിക്കുന്ന രീതിയിൽ 2 തട്ടിൽ അഭിപ്രായങ്ങൾ ഉയർന്നു വന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് തന്നെ വലിയ വീഴ്ചയുണ്ടായ, വിവാദമായ, രാഷ്ട്രീയമായി ചർച്ചയുണ്ടായ ഒരു കേസിലാണിപ്പോൾ ഇത്തരത്തിൽ വളരെ സുപ്രധാനമായ ഒരു വിധി വന്നിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 40 വർഷം തടവ്, 2 ലക്ഷം രൂപ പിഴ, അതോടൊപ്പം IPC ഇന്ത്യൻ പീനൽ കോഡ് ആക്ട് പ്രകാരം മരണം വരെ തടവ്. ഇങ്ങനെ അഴിക്കുള്ളിൽ, അതായത് ജീവിതാവസാനം വരെ അഴിക്കുള്ളിൽ കഴിയേണ്ട ഒരു സാഹചര്യം, അങ്ങനെ ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വിധിയിൽ തൃപ്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് മേൽക്കോടതിയെ സമീപിക്കാമെന്നായിരുന്നു ഇന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ശിക്ഷ വിധിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കുന്നു. ഇതിന്റെ പൂർണ്ണ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട്. അതിനെ അല്പസമയം കഴിഞ്ഞാലേ വരൂ. ഏതായാലും ഈ തുടക്കത്തിൽ തന്നെ ഈ വിധിയിൽ തൃപ്തിയുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. 2020 നടന്ന ഒരു സംഭവമാണ്. 5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ വിധി വരുന്നത്. അന്വേഷണ സംഘം മാറി മാറി വന്നു. കോടതിയുടെ വലിയ ഇടപെടൽ ഈ കേസിലുണ്ടായി. പോലീസിന്റെ ഭാഗത്തുനിന്നും വലിയ വീഴ്ചയുണ്ടായി. ഓരോ ഘട്ടത്തിലും ഇങ്ങനെ ഇയാൾ നിരപരാധി എന്ന രീതിയിൽ പോലീസ് ഇതിൽ അന്വേഷണം കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ 2023 അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോഴേക്കും ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ട്. അതിന് ശാസ്ത്രീയമായ തെളിവുകളുണ്ടെന്ന് ഇതേ പോലീസ് തന്നെ കണ്ടെത്തുന്ന സാഹചര്യം. എന്തായാലും പാനൂർ പോലീസായിരുന്നു ഇതിൽ ആദ്യം കേസ് രജിസ്റ്റർ. അന്ന് ഏതെങ്കിലും തരത്തിൽ ഇതിലൊരു തെളിവുകൾ ശാസ്ത്രീയമായി ശേഖരിക്കാൻ പോലീസ് തയ്യാറായില്ല. വലിയ വിമർശനത്തിന് വഴിവെച്ചു. ഒടുവിൽ ഓരോ ഘട്ടങ്ങളിലും കോടതിയുടെ ഇടപെടലിലാണ് ഈ കേസ് മുന്നോട്ട് പോയത്. കുടുംബത്തിന്റെ നിരന്തരമായ പോരാട്ടം, ആക്ഷൻ കമ്മിറ്റിയുടെ നിരന്തരമായ പോരാട്ടം. അങ്ങനെ ഏറ്റവും ഒടുവിൽ പത്മരാജൻ ഇപ്പോൾ 40 വർഷം തടവും അതോടൊപ്പം 2 ലക്ഷം രൂപ പിഴയും മരണം വരെ തടവും എന്ന ശിക്ഷ വിധിച്ചിരിക്കുന്നു. എന്തായാലും വളരെ ഈ വിധിയിൽ സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കിയത്. അതോടൊപ്പം കുടുംബവും ഈ വിധിയിൽ വളരെ തൃപ്തിയുണ്ടെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തോ റൈറ്റ് ബൈജു, ഈ ശിക്ഷാവിധി കേട്ടപ്പോൾ ഇയാളുടെ പ്രതികരണം എന്തായിരുന്നു? ഇയാൾ കോടതിയിൽ ഏത് തരത്തിലാണ് പ്രതികരിച്ചത്? രാവിലെ ജഡ്ജിക്ക് മുന്നിൽ പറയുന്നത് കേട്ടു, തെറ്റുകാരനല്ലാത്ത താൻ ഇത്തരത്തിലൊരു ശിക്ഷാവിധി നേരിടേണ്ട സാഹചര്യം ഉണ്ടാകരുതേ എന്ന്. മാത്രമല്ല കുടുംബത്തിൻ്റെ സാഹചര്യമൊക്കെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും കോടതി അക്കമിട്ടില്ല എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത്? കോടതിയിൽ ഇയാളുടെ പ്രതികരണം എന്തായിരുന്നു?